എങ്ങനെ നികളത്തെ ജയിക്കാൻ പറ്റും? എങ്ങനെയാണ് ആളുകൾ നിഗളിക്കുന്നത്? അതെപ്പോഴും താരതമ്യത്തിലൂടാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഒരു ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ, അതിലൊരു കുട്ടിക്ക് 100-ൽ 10 മാർക്ക് കിട്ടി. ഇന്ത്യയിൽ കുട്ടികൾക്ക് ഓരോ വിഷയത്തിന് മാർക്കാണ് കൊടുക്കുന്നത്. ABCD എന്നുള്ള ഗ്രേഡല്ല, 100-ൽ മാർക്ക് കൊടുക്കും. ഇവിടെ ഒരു കുട്ടിക്ക് കണക്കിന് 100-ൽ 10 മാർക്ക് കിട്ടുന്നു. അവന് നിഗളമുണ്ടാകുമോ? നിങ്ങളെന്ത് ചിന്തിക്കുന്നു? ഉണ്ടാകാം. അവൻ്റെ ക്ലാസ്സിലുള്ള മറ്റു കുട്ടികൾക്ക് 4-ഉം 3-ഉം ഒക്കെ കിട്ടിയാൽ, അല്ലെങ്കിൽ 5 മാർക്കോ 0-മോ കിട്ടിയാൽ, ആ കുഞ്ഞ് സന്തോഷത്തോടെ വന്ന് തൻ്റെ അമ്മയോട് പറയും, ഞാൻ ക്ലാസ്സിൽ ഒന്നാമതായി, എനിക്ക് അഭിമാനം തോന്നുന്നു. താരതമ്യത്തിലൂടെയാണ് നിഗളം ഉണ്ടാകുന്നത്. എല്ലാ നിഗളവും താരതമ്യത്തിൽ നിന്നാണ് വരുന്നത്. എന്നാൽ ഈ കുട്ടിയെ കൊണ്ടുപോയി നിങ്ങൾ മറ്റൊരു സ്കൂളിൽ ചേർത്താൽ, ഇവിടെ അവൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാവരും 99-100 മാർക്ക് മേടിക്കുന്നവരാണ്. അവൻ പെട്ടെന്ന് താഴ്മയുള്ളവനാവും. എങ്ങനെയാണ് അവൻ താഴ്മയുള്ളവനായത്? മമ്മി, എനിക്കാണ് ഏറ്റവും കുറച്ച് മാർക്ക് കിട്ടിയത്. താരതമ്യം. നിഗളം താരതമ്യത്തിൽ നിന്നാണ് വരുന്നത്. താഴ്മയും താരതമ്യത്തിൽ നിന്നാണ് വരുന്നത്. നമ്മളിത് മനസ്സിലാക്കണം. നിങ്ങളെ തന്നെ പരിശോധിച്ച് നോക്കുക. നമുക്കെല്ലാവർക്കും കുറച്ച് നിഗളമുള്ളവരാണ്. നാം അതിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നില്ല. നാമെല്ലാം അങ്ങനെയാണ് ജനിച്ച്, കൊച്ചു കുഞ്ഞുങ്ങൾ പോലും. ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ നിഗളിയായിരിക്കുന്നത് പരിശോധിച്ച് നോക്കുക. ഒരുപക്ഷെ നീ മറ്റുള്ളവരെക്കാൾ സൗന്ദര്യമുള്ളത് കൊണ്ടായിരിക്കാം നിഗളിയായിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ സമർത്ഥനായിരിക്കാം. കൂടുതൽ നേട്ടങ്ങളുണ്ടാക്കി കാണാം. മറ്റുള്ളവരെ പോലെ നീ ഒരു മണ്ടനല്ലായിരിക്കാം. നീ പെട്ടെന്നൊരു തമാശ മനസ്സിലാക്കുന്നവനായിരിക്കാം. മറ്റുള്ളവരത് മനസ്സിലാക്കാനായിട്ട് ഒത്തിരി സമയമെടുക്കാം. നീ മിടുക്കനാണ്. എത്ര ഭോഷത്വമായ കാര്യങ്ങളിലാണ് ആളുകൾ നിഗളിയാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൈബിൾ നന്നായിട്ട് അറിയാം. ഈ വാക്യവും മറ്റേ വാക്യവും ആ വാക്യവും ഒക്കെ എടുക്കാൻ അറിയാം. അല്ലെങ്കിൽ ദൈവം ചില കാര്യങ്ങൾ നിന്നെ കൂടെ ചെയ്തു. ഇങ്ങനെയുള്ള കൊച്ചു കാര്യങ്ങളിലൂടെ നിന്നെ നിഗളിപ്പാൻ പിശാച് അവിടെ തന്നെ ഉണ്ട്. കാരണം അവന് നിന്റെ ജീവിതത്തിൽ ഒരു സ്ഥാനം വേണം. അവനിടം കൊടുക്കരുത്. പിശാചിൻ്റെ വഞ്ചനയെ ജയിക്കണമെങ്കിൽ തുടങ്ങേണ്ടത് ഇവിടുന്നാണ്. കാരണം ഞാൻ പറഞ്ഞതുപോലെ നീ നിന്നെയും മറ്റുള്ള വിശ്വാസികളെയും തമ്മിൽ തുലനം ചെയ്യുന്നത് കൊണ്ടാണ്. അങ്ങനെയാണ് നീ നിഗളിയായത്. അവൻ നിന്റെ അത്രയും മിടുക്കനല്ല, ഇവൻ നിന്റെ അത്രയും ആത്മീയനല്ല. അവൻ നിന്നെപ്പോലെ കൃത്യമായിട്ട് ദൈവത്തിൻ്റെ വചനം അനുഗമിക്കുന്ന ഒരാളല്ല. അങ്ങനെയാണ് പരീശന്മാർ നിഗളിയായത്. ഞാൻ പറയട്ടെ, നിയമവാദികളായ ഇതുപോലുള്ള ഒത്തിരി ക്രിസ്ത്യാനികളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരാണ് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും നിഗളികളായവർ. കാരണം അവർ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നവരാണ്. എന്നാൽ സഹോദര, സഹോദരി, പിന്നെ എന്തുകൊണ്ടാണ് ദൈവം നിനക്ക് സാക്ഷി നിൽക്കാത്തത്? നിന്നിൽ കൂടെ ഒരു പണി നടക്കാത്തത്? കാരണം അവൻ കാണുന്നു നിന്റെ നിയമവാദത്തിൽ നിന്ന് നിഗളിയായിരിക്കുന്നത്. നിന്റെ ആത്മീയതയെക്കുറിച്ച് നീ ചിന്തിക്കുന്ന പോലെ ദൈവത്തിന് നിന്നെക്കുറിച്ച് അഭിപ്രായമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ്റെ പ്രവൃത്തി നിന്നിൽ കൂടെ നടക്കാത്തത്? എന്തുകൊണ്ടാണ് അവൻ നിന്നെ ഉപയോഗിക്കാത്തത്? എന്തുകൊണ്ടാണ് നിന്നിൽ കൂടെ ഒരു പ്രവൃത്തി നടക്കാത്തത്? നീ അവനെപ്പറ്റി പ്രസംഗിക്കുന്നു, സാക്ഷ്യം പറയുന്നു. അനേക വർഷമായി നിന്റെ നാട്ടിൽ നീ പല കാര്യവും ചെയ്യുന്നു. നീ വലിയ ആത്മീയനാണെന്ന് നീ ചിന്തിക്കുന്നു, മറ്റുള്ളവരെക്കാളൊക്കെ മെച്ചപ്പെട്ടവൻ. എന്നാൽ ദൈവത്തിന് ആ സാക്ഷ്യമില്ല. എന്തുകൊണ്ടാണ് നീ നിന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഇത് പറയാത്തത്? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്തോ ഗുരുതരമായ പ്രശ്നമുണ്ട്. എന്നെക്കുറിച്ച് തന്നെ എനിക്ക് വളരെ ഉയർന്ന ഒരു അഭിപ്രായമുണ്ട്. എന്നാൽ എന്നെപ്പറ്റി നിനക്ക് ആ അഭിപ്രായമില്ല. കാരണം എൻ്റെ വേലയെക്കുറിച്ച് നിനക്ക് സാക്ഷ്യം പറയാൻ കഴിയുന്നില്ല. വർഷങ്ങളായി ഞാൻ വേല ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒന്നും സംഭവിക്കുന്നില്ല. നിന്നെ തന്നെ നീ താഴ്ത്തുക. പിശാചിൻ്റെ മറ്റൊരു സ്വഭാവമാണ് അതൃപ്തനായിട്ടിരിക്കുക. അവൻ ദൂതന്മാരുടെ തലവനാണെങ്കിലും സന്തുഷ്ടനല്ല. ചിന്തിച്ചു നോക്ക്, ദൂതന്മാരുടെ തലവനാണെങ്കിലും സന്തുഷ്ടനല്ല. ദൂതന്മാരിൽ ഏറ്റവും ബുദ്ധിയുള്ളവനാണെങ്കിലും സന്തുഷ്ടനല്ല. ഈ അസന്തുഷ്ടയാണ് ഹവ്വായുടെ ഹൃദയത്തിലും പിശാച് ഇട്ടുകൊടുത്തത്. ആദമിനെയും ഹവ്വയും ദൈവം വെച്ച ആ ഏദൻ തോട്ടത്തിൽ 10,000-കണക്കിന് വൃക്ഷങ്ങളുണ്ടായിരുന്നു. ഇതിലേത് വൃക്ഷത്തിൽ നിന്നും കഴിക്കാം. എന്നാൽ ഈ വൃത്തത്തിന് പുറത്ത് ഒരു വൃക്ഷമുണ്ട്, അതിൽ നിന്ന് കഴിക്കരുത്. അസംതൃപ്തി എന്ന് പറഞ്ഞാൽ ദൈവം തരാത്ത കാര്യം എനിക്ക് വേണമെന്നുള്ള ചിന്തയാണ്. ദൈവം എനിക്ക് ഒത്തിരി തന്നാൽ അതുപോലെ, എനിക്ക് കൂടുതൽ വേണം, എനിക്ക് ഇനിയും വേണം. അങ്ങനെയാണ് അവൻ പിശാചായത്. നിങ്ങൾ തൃപ്തിയില്ലാതെ ഇരിക്കുക. ഒരു സഭയിൽ നിങ്ങൾക്കുള്ള സ്ഥാനത്തിൽ നിങ്ങൾ അതൃപ്തനായിരിക്കുക. എനിക്ക് അവിടുത്തെ മൂപ്പനാകണം.
ആളുകൾ നിന്നെ അംഗീകരിക്കണം. ഈ അതൃപ്തി കാരണമാണ് പലരും സന്തോഷമില്ലാത്തവരായിട്ടിരിക്കുന്നത്. അവർ മനസ്സിലാക്കുന്നില്ല ഈ അതൃപ്തി പിശാചിൻ്റെ ആത്മാവാണെന്ന്. പിശാച് നിന്നോട് ചോദിക്കുകയാണ്, നീ എന്നെ ജയിക്കാൻ ശ്രമിക്കുകയാണോ? യേശുവിനെ എനിക്കറിയാം, പൗലോസിനെയും എനിക്കറിയാം. അവരതൃപ്തരല്ല, അവർ പൂർണ്ണമായിട്ടും തൃപ്തരാണ്. എന്നാൽ നീയോ, എനിക്ക് ഒത്തിരി കാര്യം നിൻ്റെ ജീവിതത്തിൽ കാണാം, നിനക്ക് തൃപ്തിയില്ല, ഞാനും നീയും കൂട്ടായ്മയിലാണ്. പിശാച് പറയുകയാണ്, യേശുവിനെ അറിയാം, പൗലോസിനെ അറിയാം, നീ ആരാണ്? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, മഹാപുരോഹിതനായ സ്കോവായുടെ മക്കളോട് അവൻ പറഞ്ഞതുപോലെ, കർത്താവേ, എന്നോട് പിശാച് ഇങ്ങനെ പറഞ്ഞു ഞാൻ ലജ്ജിക്കുമായിരുന്നു. യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ അറിയാം, നീ ആരാണ്? എൻ്റെ മുഖത്ത് നോക്കി പിശാച് ഇങ്ങനെ പറഞ്ഞാൽ എന്ത് സാക്ഷ്യമാണ് എനിക്ക് കർത്താവിന് വേണ്ടി ഉള്ളത്? ഉറപ്പുവരുത്താൻ അവൻ നിങ്ങളോട് ഒരിക്കലും ഇങ്ങനെ പറയില്ലെന്ന്. അതിനുള്ള ഒരേ വഴി നിഗളമില്ലാതിരിക്കുക എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, നിഗളം താരതമ്യത്തിൽ നിന്നാണ് വരുന്നത്, താഴ്മയും താരതമ്യത്തിൽ നിന്നാണ് വരുന്നത്. ഈ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ തീരുമാനിക്കുക. അനേക വർഷം മുമ്പ് ഈ കാര്യത്തിൽ ഞാൻ ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ കണ്ടു താഴ്മയുടെ രഹസ്യമെന്ന് പറയുന്നത് യേശുവിനെ നോക്കുന്നതാണെന്ന്. എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും നിങ്ങളുടെ ജീവിതം യേശുവുമായിട്ട് മാത്രം താരതമ്യപ്പെടുത്തുക. ഇന്നു മുതലെങ്കിലും നിങ്ങളത് തീരുമാനിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും അനേക വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് സാധ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ ദിവസവും യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ താരതമ്യം ചെയ്യുക, നിങ്ങളുടെ ചുറ്റുമുള്ള ക്രിസ്ത്യാനികളുമായിട്ടല്ല. എങ്കിൽ നിങ്ങളൊരു നിയമവാദി, ഒന്നിനും കൊള്ളാത്തൊരു ക്രിസ്ത്യാനിയുമായിരിക്കും. നിങ്ങളുടെ ചുറ്റുമുള്ളവരുമായിട്ട് നിങ്ങളെ തന്നെ താരതമ്യം, നിങ്ങൾ ഒരു പ്രയോജനമില്ലാത്തൊരു ക്രിസ്ത്യാനിയായി തീരും. നിങ്ങളെ യേശുവുമായിട്ട് താരതമ്യപ്പെടുത്തുക. എങ്കിൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരെ വിധിക്കുന്നത് നിങ്ങൾക്ക് കുറഞ്ഞു വരും. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ വിധിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ നിങ്ങളെ തന്നെ അധികമായിട്ട് വിധിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ യെശയ്യാവ് 5-6 അധ്യായങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. ഇപ്പോൾ അത് കാണിച്ചു തരാൻ എനിക്ക് സമയമില്ല. യെശയ്യാവ് പറഞ്ഞ, അധികാലത്ത് മദ്യം അന്വേഷിക്കുന്ന ഇവർക്കയ്യോ കഷ്ടം, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളെന്ന് തോന്നുന്നു ഇവർക്കയ്യോ കഷ്ടം, വീടോട് വീട് ചേർക്കുകയും വയലോട് വയൽ ചേർക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം, മറ്റാർക്കും സ്ഥലം ഇല്ലാതാകുവോളം. അവൻ പറഞ്ഞതെല്ലാം ശരിയായിരുന്നു. 5-ാം അധ്യായം അങ്ങനെയാണ്. 6-ാം അധ്യായം അവൻ കർത്താവിനെ കണ്ടു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ളവനാണ്. അതാണ് നിങ്ങൾ കർത്താവിനെ കാണുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം നിങ്ങൾ ഇങ്ങനെ പറയുന്ന അവസാനിപ്പിക്കും, ഈ ഗ്രൂപ്പിന് കഷ്ടം, ആ ഗ്രൂപ്പിന് കഷ്ടം, എൻ്റെ സഭയിലുള്ള ആ സഹോദരൻ, ഇവനും അവനും ഒന്നും ശരിയല്ല. നിന്റെ സഭയിലുള്ള എല്ലാ കുടുംബങ്ങളുടെ എല്ലാ തെറ്റും കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു വിദഗ്ധനായിട്ട് നിങ്ങൾ തീരും, നിന്റെ കുടുംബത്തിൻ്റെ ഒഴികെ. നിനക്കെന്താ വേണ്ടിയെന്നറിയാമോ? നീ കർത്താവിനെ കാണണം. അവൻ ദൈവത്തെ കണ്ട ഉടനെ അവന് വ്യത്യാസമുണ്ടായി. അവൻ പറഞ്ഞു, അയ്യോ എനിക്ക് കഷ്ടം, ഞാൻ ശുദ്ധിയില്ലാത്ത അധരമുള്ള ഒരു മനുഷ്യനാണ്. അവനത് മനസ്സിലായെന്ന് അവൻ്റെ വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം. നിന്റെ വാക്ക് നീ ഉപയോഗിക്കുന്ന കേൾക്കുമ്പോൾ അറിയാം നീ ഒരു ആത്മീയനാണോ അല്ലയോ എന്നുള്ള കാര്യം.